ഇത് താഴേന്ന് മേളി വരെ കയറി വരുമ്പോൾ 1105 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഭയങ്കരം തന്നെയല്ലേ. ഇത് തമിഴ്നാട്ടിലെ ദമ്പം ചുരമാണ്. 28 എയർപിൻ ബെൻഡുണ്ട് ഇവിടെ. ഭയങ്കര സംഭവമാണ്. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കത്തില്ല. കാല് ആക്സിഡൻറ്റ് വെക്കാൻ പറ്റത്തില്ല. അതുപോലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 10-40,000 അടി. ഈ അനിസ്പ്രയുടെ പരസ്യം പറയുന്ന കണക്ക് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഇവിടുന്ന് താഴോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ. ഭയങ്കര സാഹസികമായ രീതിയിൽ വേണം ഇതുവഴി വണ്ടി ഓടിക്കാൻ. ഭയങ്കര സംഭവമാണ്. ഒരുമാതിരി മനത്തിൻ്റെ ഇടം ഇല്ലാത്തവർക്കൊന്നും ഇതിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ കമ്പനി കയറിയിട്ട് ഞാനിപ്പോൾ സ്ഥിരം ഈ റൂട്ടാണ്. എന്ന് വെച്ചാൽ തമിഴന്മാർക്ക് പേടിയാണ്. അമ്മാർ ഈ റൂട്ട് കഴിവതും ഒഴിവാക്കും. ആരും ഇല്ലെങ്കിൽ മാത്രമേ അവർ വരത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ ഹൈറേഞ്ചിലും വയനാട്ടിലും ഒക്കെ ഇങ്ങനെ ഓടി പഴക്കമുള്ളത് കൊണ്ട്, പിന്നെ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊക്കെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ പോകുന്നു. കണ്ടോ, ഇങ്ങനത്തെ എയർപിൻ വളവാണ്. ഭയങ്കര വളച്ച് ഒരു വളവിനൊന്നും ചിലപ്പോൾ കയറി പോകത്തില്ല. തിരിച്ചു വരുമ്പോൾ ഇതിനെക്കാട്ടും ഭയാനകമാണ്. ഒടിവാണ്. അപ്പോൾ ഒടിഞ്ഞു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ റിവേഴ്സ് ഗിയറിലെടുക്കണം. അത് ശരിയായ രീതിയിൽ അത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആക്സിലൊക്കെ ഒടിച്ച് കളയും. അപ്പം ഞാനിങ്ങനെ ഈ ഫോൺ ചെയ്യുന്നത് തന്നെ ഡ്രൈവർമാർ കണ്ട് അവരെന്നെ തെറി വിളിക്കും. ഞാൻ വെച്ചാൽ ഇങ്ങനെ ഫോൺ പിടിക്കാൻ പാടില്ല. എടാ അങ്ങോട്ട് ഇച്ചിരൂടെ അങ്ങോട്ട് മാറ്റി പിടിച്ചോണ്ട് പിടി ഞാൻ പറയാം. ഓണടിച്ചു വേണം കയറി പോകാൻ. അതുപോലെ തന്നെ കയറുന്ന അതേ ഗിയറിൽ തന്നെ വേണം ഇറങ്ങാൻ. അല്ലെങ്കിൽ ചൂടായിട്ട് ഹബ്ബൊക്കെ ചൂടായി, ലാൻഡറൊക്കെ ചൂടായി ബ്രേക്ക് കിട്ടത്തില്ല. ബ്രേക്ക് കിട്ടാതെ വണ്ടി പോയി ബ്രേക്ക് ഇല്ലാതെ ഇടിച്ച് കയറും. ഒരു ദിവസം എത്ര വണ്ടിയാണെന്നറിയാമോ ഈ റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നത്. കറക്റ്റായിട്ട് മൂവ് ചെയ്ത് ഗിയർ സിസ്റ്റങ്ങളൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആക്സിലൊക്കെ ഒടിച്ച് ഇവിടെ വണ്ടി കിടക്കും. അങ്ങനെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഇത് സാഹസികമായ രീതി ഡ്രൈവിങ് ചെയ്യേണ്ടിയ ഒരു മേഖലയാണ് ഈ ചുരം എന്ന് പറഞ്ഞാൽ. ഇവിടെ കാറ് പോലും ആൾക്കാർ കിടന്ന് ബബ്ബ അടിക്കുന്നിടത്താണ് ഇതുവഴി 10-30 ടണ്ണുമായിട്ടൊക്കെ വണ്ടി കയറിപ്പോകുന്നത്. ഭയങ്കര ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഡ്രൈവിങ്. ശരിക്കും കൊലച്ചോറാ. ആ കിട്ടുന്ന പൈസ അത് ദുരുപയോഗം ചെയ്യാതെ അത് കുടുംബത്തിലെത്തിക്കണം. കൂടുതലും ആൾക്കാർ മദ്യത്തിനും അതിനും ഇതിനുമൊക്കെ കൊണ്ടുപോയി അത് കളഞ്ഞ് നശിപ്പിക്കും. ഇവിടുന്ന് ഓൺ അടിച്ചിടാ അങ്ങോട്ട് കറക്റ്റായിട്ട് മാറ്റിപ്പിടും. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഓൺ അടിച്ച് വേണം നമ്മൾ കയറിപ്പോകാൻ. അല്ല വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ പിന്നെ പോക്ക് നടക്കത്തില്ല. ഇതുപോലെ കയറി പോകണം. അയ്യോ, അതുപോലെ ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും സ്നേഹിക്കുകയും ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മേഖലയിലാണ് കേട്ടോ. പരസ്പരം സഹകരണമില്ലാതെ ഇതിലെ വണ്ടിയോടൊരു പാടാണ്. അതുകൊണ്ട് ആർക്കും ദേഷ്യമൊന്നും കാണത്തില്ല. എല്ലാം ചിരിക്കുന്ന മുഖത്തോടുകൂടി സംസാരിക്കത്തുള്ളൂ. എന്നാ വെച്ചാൽ ഏത് സമയത്ത് ആർക്കാ ഇവിടെ വെച്ച് ഉപകാരം വരേണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദേഷ്യവും കോപവും ഒക്കെ ഈ ഇങ്ങനെയുള്ള സാഹസ്യമായി നിറഞ്ഞ റൂട്ടിൽ കൂടെ ഓടുമ്പോൾ കാണത്തില്ല. ഞങ്ങളുടെ ഒരു കമ്പനി വണ്ടിയാണ് പോയത്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. ഭയങ്കര സാഹസ്യത നിറഞ്ഞ ഒരു യാത്രയാണ് ഈ ചുരം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ.
27 എയർപിൻ വളവാണ്. ഇവിടെ ഒരു ആചാരപ്രകാരം ഒരു ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മിക്ക ആൾക്കാരും ഇവിടെ നോക്കി പ്രാർത്ഥിച്ചൊക്കെയാണ് അവരുടെ വിശ്വാസപ്രകാരം അവരൊക്കെ പോകുന്നത്. കണ്ടോ? അപ്പം ഇത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. തമിഴ്നാട്ടിലെ ഈ ചുരം ദമ്പം ചുരമാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ വരെ നമ്മുടെ കണ്ണിൽ ചെല്ലത്തില്ല. അത്രയ്ക്കും താഴോട്ട് ഭയങ്കര നിഗൂഢമായ ആഴത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ 20 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡ് പറയുന്നത്. അതിലും കുറച്ച് പോയാൽ അത്രയും നല്ലത്. അതൊക്കെ അതുപോലുള്ള നല്ല വണ്ടികൾ പോയാൽ നല്ലതാണ്. കണ്ടോ? ഇതാ ഇവിടുത്തെ രംഗം.